ഒരിക്കൽ കൂടി കരിയർ PSC ചടയമംഗലം മഠത്തറയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ്സുകളിൽ ചെയ്യാത്ത വൊക്കാബുലറി ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളിൽ ചെയ്ത ഗ്രാമർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസുമാണ് ഓൺലൈൻ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചില പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്നം വന്നേക്കാം. കാരണം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഗ്രാമറിന്റെ അടിസ്ഥാന ക്ലാസ്സുകൾ, ബേസിക് ക്ലാസ്സുകൾ കിട്ടാത്തവർക്ക് ചിലപ്പോൾ അത് പ്രശ്നമായി തോന്നിയേക്കാം. എങ്കിലും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്താണ് പോണത്. അപ്പോൾ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡൗട്ട്സ് വരാൻ ചാൻസ് ഇല്ല. ആഴത്തില് ഗ്രാമർ റൂൾസ് ഒന്നും ഇവിടെ പറയുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where do they give the application forms? Where do they give the application forms? Change the OS now. OS മാറ്റണം. അപ്പോൾ OS മാറ്റണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാനുള്ളത്? OS മാത്രമേ മാറ്റാവൂ, ടെൻസ് മാറ്റരുത്. OS മാത്രമേ മാറ്റാവൂ, ടെൻസ് മാറ്റുകയേ അരുത്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു വാചകത്തിന്റെ OS മാറ്റാൻ പറയുമ്പോൾ OS മാത്രം മാറ്റുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അവിടെ വെർബ് ഏത് കണ്ടുപിടിക്കുക. ആദ്യമേ നോക്കാം. ഡു പ്ലസ് ഗീവ് ആണ്. ഈ വെർബ് എങ്ങനെ കണ്ടുപിടിച്ച് നോക്കിയാൽ നമുക്കറിയാം, ദിസ് ഈസ് ക്വസ്റ്റ്യൻ വേർഡ്, WH ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, നമുക്കറിയാം. ഇത് ഓക്സിലറി വെർബ് ആണ്, ഡു. നെക്സ്റ്റ്, ദിസ് ഈസ് സബ്ജക്ട്, ദിസ് ഈസ് മെയിൻ വെർബ്, ദിസ് ഈസ് ഒബ്ജക്ട്. ബാലൻസ് ഒന്നും വേറെ ഒന്നുമില്ല, പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്, പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് എന്ത് OS അറിയണം? ചേഞ്ച് ദ OS എന്നേ കൊടുത്തിട്ടുള്ളൂ. എന്ത് OS അറിയണം, ടെൻസും അറിയണം, എങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടെൻസും OSും അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ വെർബ് നോക്കുക. ഇംഗ്ലീഷിലെ പ്രധാന വെർബാണ് പഠിച്ചിട്ടുണ്ട്. വെർബ് ചെക്ക് ചെയ്യുക. വെർബ് ഏതാ? ഡു ഗീവ്. ഡു പ്ലസ് ഗീവ്. ഡു പ്ലസ് ഗീവ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ഡു ഗീവ് ചെയ്യുമ്പോൾ എന്താവും? ഗീവ് ആവും. നോക്കാം. ഡു പ്ലസ് ഗീവ് എന്താണ്? ഗീവ് ആണ്. ഓക്കെ. എന്നാൽ ഡസ് പ്ലസ് ഗീവ് ആകുമ്പോഴോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡസ് പ്ലസ് ഗീവ് ആകുമ്പോൾ എന്താവും? ഡസ് പ്ലസ് ഗീവ് ഈസ് ഈക്വൽ ടു ഗീവ്സ്. ഡിഡ് പ്ലസ് ഗീവ് ആകുമ്പോഴോ? ഡിഡ് പ്ലസ് ഗീവ് അത് V2 ആവും, ഗേവ് ആവും. ഇവിടെ മനസ്സിലായി, ഇത് ഡു പ്ലസ് ഗീവ് ആണ്, ഗീവ് ആണ്. ഗീവ് ഏത് ഫോമാണ് നമുക്കറിയാം. ഗീവിന്റെ 3 ഫോംസ് നോക്കാം നമുക്ക്. ഗീവ്, ഗേവ്, ഗിവൺ. ഗീവിന്റെ സിംഗുലർ എന്താണ്? ഗീവ്സ്. ഇത് പ്ലൂറൽ, ഇത് സിംഗുലർ. ഇത് V1, ഇത് V2, ഇത് V3. അപ്പൊ ഡു ഗീവ് ഉണ്ട്. ഡു പ്ലസ് ഗീവ് ഈസ് ഈക്വൽ ടു ഗീവ്. ഗീവ് ഇവിടെ ഉണ്ട്, V1 പ്ലൂറൽ. അപ്പൊ V1 പ്ലൂറലോ സിംഗുലറോ ഒന്നും വിഷയമല്ല, V1 ആണ്. ബട്ട് ദാറ്റ് ടെൻസ് V1. V1 നമുക്ക് എന്താണ്? V1ന്റെ ടെൻസ് ഏതാ? V1 പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്. അപ്പൊ എന്താണ്? ഇത് പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. എന്താണ്? പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. അപ്പൊ ഇത് എന്താക്കണം? ഡു പ്ലസ് ഗീവ്, ഗീവ് കിട്ടി. ഡസ് പ്ലസ് ഗീവ് ഗീവ്സ് ആണ്. ഡിഡ് പ്ലസ് ഗീവ് ഗേവ് ആണ്. ഇവിടെയുള്ളത് ഡൂവും ഗീവും ആണ്. ഡു പ്ലസ് ഗീവ് ഗീവ് ആണ്. ഗീവ് V1 ആണ്. പ്ലൂറലോ സിംഗിളോ പ്രശ്നമല്ല. V1 ആകുമ്പോൾ ടെൻസ് ഏതാ? പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്. ഓക്കെ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ? പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. അപ്പൊ ഇത് എന്താക്കണം? പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. ഓക്കെ. പ്രസന്റ് സിമ്പിൾ പാസീവ്, WH. പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കാൻ പ്രസന്റ് സിമ്പിൾ പാസീവിന്റെ വെർബ് അറിയണം. വെർബ് ഫോം എന്താണ് പ്രസന്റ് സിമ്പിൾ പാസീവിന്റെ? ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് V3. ഇവിടെ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് V3 കൂടെ എടുക്കുക. നോക്കാം. ഇവിടെ ഈസ് ഉണ്ട്, V3 ഗിവൺ ഉണ്ട്. സമ്മതിച്ചു. ഇവിടെ ഡൂവും ഗിവണുമാണ്. ഡു പ്ലസ് ഗിവൺ ആണ്. ആമീസ് ആർ പ്ലസ് V3. വേർ ക്വസ്റ്റ്യൻ വേർഡ്, ആപ്ലിക്കേഷൻ ഫോംസ് ഓബ്ജക്റ്റ് ആണ് എടുക്കുക. വെർബ് ഡൂവും ഗിവണുമാണ്. ഡു പ്ലസ് ഗിവൺ മാത്രമേ വെർബുള്ളൂ. ഡു പ്ലസ് V3 അല്ല, ആമീസ പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പൊ ഇത് ഉത്തരത്തിൽ വരത്തില്ല. നമുക്ക് വേണ്ടത് ആമീസ പ്ലസ് V3. പ്രസന്റ് സിമ്പിൾ പാസീവ് ആണ് ആക്കാനുള്ളത്. പ്രസന്റ് സിമ്പിൾ പാസീവ് ഇക്വേഷൻ ആണ് ആം ഈസ പ്ലസ് V3 ആണ്. ഓക്കെ. അപ്പൊ ഇതിവിടെ ഡു പ്ലസ് ഗിവൺ ആയതുകൊണ്ട് ഡൂവും ഗിവണും മാത്രമേ വരുള്ളൂ.
ഡു പ്ലസ് ഗിവൺ അല്ല, ആമീസ പ്ലസ് V3 ആണ് വേണ്ടത്. V3 മീൻസ് ഈ ഗീവിന്റെ V3 ഗിവൺ. അപ്പൊ ഡു പ്ലസ് ഗിവൺ ശരിയാവില്ല, ആമീസ പ്ലസ് ഗിവൺ വേണം. അപ്പൊ ഇതില്ല, വെട്ടിപ്പോയി. നോക്കാം, ഇവിടെ നോക്കാം, ആമീസാറിന് ഈസ് ഉണ്ട്, ഗിവൺ ഉണ്ട്, സമ്മതിച്ചു കൊള്ളാം. പക്ഷേ എന്താ പ്രശ്നം നോക്കാം. വേർ ഈസ് ദ ആപ്ലിക്കേഷൻ ഫോംസ് ഗിവൺ? ഇവിടെ എന്താ പ്രശ്നം? ആപ്ലിക്കേഷൻ ഫോംസ് ആണ്, ഒന്നല്ല ഒന്നിൽ കൂടുതലുണ്ട്. നമ്മുടെ ബോയ് ഈസ് പറയും, ബോയ്സ് ആണെങ്കിൽ ആർ പറയും. എ ഗേൾ ഈസ് പറയും, ഗേൾസ് ആകുമ്പോഴോ ആർ പറയും. അപ്പൊ ആപ്ലിക്കേഷൻ ഫോംസ് ഈസ് എന്ന് പറയില്ല, ആപ്ലിക്കേഷൻ ഫോംസ് ആർ. ഈസ് വന്നുകൊണ്ട് തെറ്റാണ്. ഇത് ഫോംസ് ഫ്ലോറിലായി പോയി, ഇത് ഈ സിംഗിളായി പോയി, മാച്ച് ആവുന്നില്ല, വെട്ടിപ്പോയി. രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബാക്കി. ഇവിടെ നോക്കി, വേർ ഇവിടെയുമുണ്ട്, വേർ ഇവിടെയുമുണ്ട്. ദ ആപ്ലിക്കേഷൻ ഫോംസ് ഇവിടെയുമുണ്ട്, ദ ആപ്ലിക്കേഷൻ ഫോംസ് ഇവിടെയുമുണ്ട്. ഇവിടെ ആർ ഗിവൺ ഇങ്ങനെ തന്നു, ഇവിടെ ആർ ഗിവൺ ഇങ്ങനെ തന്നു. ഇതിൽ ഏതാ നല്ല നോക്കുന്നത്? അപ്പൊ നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഫോം അറിയണം, WH ക്വസ്റ്റിന്റെ സ്ട്രക്ചർ അറിയണം. എന്താണ് WH ക്വസ്റ്റ്യൻ സ്ട്രക്ചർ? നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് പറയുമോ, വാട്ട് യു ആർ ഡൂയിങ് പറയും. എന്താ ശരി? ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള സമയത്ത് പ്രത്യേകം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ വാട്ട് യു ആർ ഡൂയിങ് ആണോ ശരി, വാട്ട് ആർ യു ഡൂയിങ് ആണോ ശരി, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് പ്രത്യേകം പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ, ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള സമയത്ത് വാട്ട് ആർ യു ഡൂയിങ് ആണോ ശരി, വാട്ട് യു ആർ ഡൂയിങ് ആണോ ശരി, ഏതാ ശരി? നമ്മൾ പറയാറുള്ളത് വാട്ട് ആർ യു ഡൂയിങ് ആണ്, വാട്ട് യു ആർ ഡൂയിങ് പറയുന്നത് തെറ്റാണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട്. ഇപ്പൊ ഇവിടെ സ്ട്രക്ചർ എന്താ? ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നെക്സ്റ്റ് എന്താ? ഓക്സിലറി. ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്താ? വെർബ് ആണ് വേണ്ടത്, വെർബ്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വെർബ് ആണോ? അല്ല. സ്ട്രക്ചർ ശരിയായില്ല. ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വെർബ് അല്ല വന്നത്, ആപ്ലിക്കേഷൻ ഫോംസ് നൗൺ ആണ്, വെട്ടിപ്പോയി. WH ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ആക്റ്റീവ് ആവട്ടെ പാസീവ് ആവട്ടെ, ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള സമയത്ത്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ഇത് ആക്റ്റീവ് വോയിസിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇത് 4 പാസീവ് വോയിസിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേ ക്രമം. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളപ്പോ സ്ട്രക്ചർ എന്താണ്? എല്ലായിടത്തും ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്ത് വേണം? വെർബ് വരണം. ഇവിടെ വെർബ് ഉണ്ടോ? ഇല്ല. ദിസ് ഈസ് ദ നൗൺ. അപ്പൊ ഇത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ രണ്ടും ഒരുപോലെ തന്നെ, ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് പക്ഷെ തിരിച്ചുള്ളൂ. നമ്മൾ പറഞ്ഞു വാട്ട് ആർ യു ഡൂയിങ് ശരി, വാട്ട് യു ആർ ഡൂയിങ് ക്വസ്റ്റ്യൻ മാർക്ക് തെറ്റ്, വാട്ട് ആർ യു ഡൂയിങ് ക്വസ്റ്റ്യൻ മാർക്ക് ശരിയും, വാട്ട് യു ആർ ഡൂയിങ് ക്വസ്റ്റ്യൻ മാർക്ക് തെറ്റുമാണ്. അതേപോലെ എടുത്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ്, നെക്സ്റ്റ് വെർബ് ആർ ഓക്സിലറി ആണ്, നെക്സ്റ്റ് സബ്ജക്റ്റ് ദ ആപ്ലിക്കേഷൻ ഫോംസ്, ഈ ആപ്ലിക്കേഷൻ ഫോം ഇത്രപ്പെടുന്ന വരും, നെക്സ്റ്റ് എന്താ? ഗിവൺ. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റ് ആക്റ്റീവ് സബ്ജക്റ്റ് ആയി മാറി, ഇവിടുത്തെ ഓബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയി മാറി. അപ്പൊ ഇതാണ് സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട്. സംഭവം വരുന്നില്ല, ക്വസ്റ്റ്യൻ വേർഡ് ശേഷം ഓക്സിലറി ഉള്ള സെന്റൻസ് ആണ് കറക്റ്റ് സെന്റൻസ്. അപ്പൊ ഇതിന്റെ ബാക്കി കുറച്ച് വിവരങ്ങളുണ്ട്, അതുകൂടെ പറയാം അതിനെ കുറിച്ച്. ഓക്കെ, ഉത്തരം കിട്ടി. വേർ ആർ ദി ആപ്ലിക്കേഷൻ ഫോംസ് ഗിവൺ. ഇത് കിട്ടുന്ന ഷോർട്ട് കട്ട് ഇവിടെ പറയാൻ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടെൻസ് ഏതായതിന്റെ ടെൻസും വോയിസും പറയുന്നത് ഡു പ്ലസ് ഗിവ് ആകുമ്പോ പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. ഡു പ്ലസ് ഗിവ് ആകുമ്പോ പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. ഡു പ്ലസ് ഗിവ് മീൻസ് പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണല്ലോ. അപ്പൊ ഇതിന് എന്താക്കണം? നമുക്ക് പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. എന്താണ്? പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. ഇത് എന്താക്കണം? അപ്പൊ ഇത് പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. നോക്കിയിരിക്കാം, ഇത് പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. വ്യക്തമായി നോക്കിയിരിക്കാം, പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. ഡു പ്ലസ് ഗീവ് ആയതുകൊണ്ട് പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്. പാസീവ് ആക്കാൻ എന്ത് ചെയ്യണം? പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. പ്രസന്റ് സിമ്പിൾ പാസീവ് ആക്കണം. പ്രസന്റ് സിമ്പിൾ പാസീവിന്റെ ഫോം എന്താണ്? ആം ഈസ് ആർ പ്ലസ് V3. എന്താണ്? ആം ഈസ് ആർ പ്ലസ് V3. ആം ഈസ് ആർ പ്ലസ് V3 മീൻസ് ഇതിന്റെ V3. ഇതിന്റെ V3 എന്താ? ഗിവൺ. ആം ഈസ് ആർ പ്ലസ് ഗിവൺ. മനസ്സിലായോ? അപ്പൊ ഇതിനോട് ചെയ്ത് നോക്കാം. ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡ് നേരത്തെ ചെയ്ത് നോക്കാൻ തോന്നി. ക്വസ്റ്റ്യൻ വേർഡ് എന്താ? വേർ. അത് അതുപോലെ കണക്കാക്കി സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നതിൽ മാത്രമേ അത് ബാക്കി ഗുമ്മ അങ്ങനെയൊക്കെ ആ മോഡൽ വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ വേർ അതുപോലെ കണക്കാക്കി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡു പ്ലസ് ഗീവ്. സെയിം സ്ഥലത്ത് ഓക്സിലറി വേറെ മാറി വരണം. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഡൂം ഗീവ് മാറണം. ഡൂം ഗീവ് മാറി എന്താവണം? ഇതാവണം. വേറെ ആക്കി ഡു ഗീവ് മാറിയിട്ട് ഇത് വരണം. എന്താ പറയുന്നത്? ആം ഈസാർ. നമുക്ക് എങ്ങനെ എഴുതാറില്ല? ആം ഈസാർ വെച്ചു. മനസ്സിലായോ? ഇനി ഇവിടെ എന്താ സബ്ജക്ട്? ദേ ആണ്. ഇവിടെ ഓബ്ജക്ട് ഏതാ? ഇതാണ്. ഓക്കെ, അപ്പൊ വേറെ എഴുതി വെച്ചു.
ഓക്സിലറി ഡു മാറിയിട്ട് ഇതായേ പറ്റൂ. പ്രസന്റ് സിമ്പിൾ പാസീവ് ആകാൻ പോകണം. പാസീവിൽ ഡു പ്ലസ് ഗീവ് അല്ല, ആമീസ പ്ലസ് ഗീവ് ആണ് വേണ്ടത്. അപ്പൊ ആമീസ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസീവ് വോയിസ് മീൻസ് എന്താ? കർമ്മണി പ്രയോഗം, കർമ്മം അഭിവരണം. ഇവിടുത്തെ കർമ്മം ഓബ്ജക്റ്റ് ഏതാ? ഇത് ഇപ്പുറത്തേക്ക് വരുന്നുണ്ടോ? ഷിഫ്റ്റ് ചെയ്ത് വിടാറുണ്ട്. അപ്പൊ എന്താ പറയുക? ആപ്ലിക്കേഷൻ ഫോംസ്, ആപ്ലിക്കേഷൻ ഫോംസ് എന്നാവും. കണ്ടോ? ഓക്കെ, ആപ്ലിക്കേഷൻ ഫോംസ് എന്നായി. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോംസ് ഷോർട്ടിൽ എഴുതാം, ചെറുതായിട്ട് എഴുതി. ആപ്ലിക്കേഷൻ ഫോംസ് എഴുതി. അപ്പൊ ഇത് നോക്കുക, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, ഓക്സിലറി വെർബ്. ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇത് കയറി വന്നു, ഇത് അങ്ങോട്ട് പോകും, ആ സ്ഥാനത്ത് പോകും. ഇതിന്റെ സ്ഥാനത്ത് കണ്ടോ? ബൈദമാവ്, ബൈദമാവ്, ബൈദമാവ് കണ്ടോ? ഇനി ഈ ഗീവ് മാറുന്നു, ഗീവ് മാറി എന്താണ് അവിടെ? ഗീവൺ ആവും. V3 എന്താ? ഗീവൺ. കണ്ടോ എന്ന് പറയാം. അപ്പൊ വേർ അമീസ ആപ്ലിക്കേഷൻ ഫോംസ് ഗിവൺ ബൈ ദം. ബൈ ദം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ദേ ഒക്കെ വരുമ്പോൾ ബൈ ദം ഒക്കെ ഒഴിവാക്കാറുണ്ട്. അവ്യക്തമായ സബ്ജക്റ്റുകൾ ദേ, സമ്മൺ, എവരിവൺ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷനിൽ തരാഞ്ഞത്. അപ്പൊ നോക്കാം. അപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് എന്താ? ക്വസ്റ്റ്യൻ വേർഡ് വേർ ഡു പ്ലസ് ഗീവ് മാറി ആമീസ ഗിവൺ ആക്കി. നമ്പർ ഇടാം. നമ്പർ 1 കണ്ടോ? നമ്പർ 2 എന്തായി? ഓക്സിലറി ഇങ്ങനെ നമ്പർ 2 കണ്ടോ? നമ്പർ 3 എന്താ? സബ്ജക്റ്റ് ആണ്. നമ്പർ 4 എന്താ? ഇത്. നമ്പർ 5 എന്താ? ഓബ്ജക്റ്റ് കേട്ടോ. ഇനി നമ്പർ 1ന്റെ സ്ഥാനത്ത് സെയിം തന്നെയാണ്. ഓക്സിലറി വെർബ് മാറി ആമീസ ആയി. 5 ഏത് സ്ഥാനത്ത് വരുന്നു? 3-ാം സ്ഥാനത്ത് വരും കേട്ടോ. 5 3ന്റെ സ്ഥാനത്തും 3 5ന്റെ സ്ഥാനത്ത് കേട്ടോ. 3 5ന്റെ സ്ഥാനത്ത് കണ്ടോ? മനസ്സിലായില്ലേ? ഇപ്പൊ നോക്ക. 1 വേർ, രണ്ടാമത്തെ സ്ഥാനത്ത് ഡു പ്ലസ് ഗീവ് ആണ്. ഡൂവും ഗീവും ഉണ്ട്. അത് ആമീസ പ്ലസ് ഗീവൺ ആയി. 2 ഗീവൺ 4ാമത്തെ സ്ഥാനം കണ്ടോ? സ്ഥാനങ്ങൾ നോക്കാൻ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ഡു പ്ലസ് ഗീവ് മാറിയിട്ട് ആമീസ ഗീവൺ ആയി. നമ്പർ 2ന്റെ സ്ഥാനത്ത് ആമീസ വന്നു. ഗീവിന്റെ സ്ഥാനത്ത് ഗീവൺ വന്നു. ഇങ്ങനെ വന്നേ പറ്റൂ. ഇനി ആപ്ലിക്കേഷൻ ഫോംസ് ഇപ്പുറത്തേക്ക് വന്നു. ദേ അപ്പുറത്ത് പോയി ബൈദമായി. ബൈദം മിക്കവാറും ഉത്തരങ്ങൾ കാണാറില്ല, ഒഴിവാക്കിയാണ് ഉത്തരങ്ങൾ മിക്കവാറും കാണുന്നത്. അപ്പൊ ഇത് കാര്യം മനസ്സിലായി തോന്നുന്നു. ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, ഓക്സിലറി വെർബിനെയും മെയിൻ വെർബിനെയും മാറ്റി ഇതുപോലെ ആക്കി. ഓബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം ഇട്ടു, സബ്ജക്റ്റിനെ പിടിച്ച് ലാസ്റ്റ് ഇട്ടു. പാസീവ് വോയിസ് ആയി. ഇതാണ് ഇതിന്റെ രീതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ക്ലോസ് നമ്മൾ കുറെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ചെയ്യാനുള്ളത് അറിയാമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഇപ്പോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് തന്നിട്ടുണ്ട്. ഇഫ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് തന്നിട്ടുണ്ട്. എന്ത് ഫിൽ ചെയ്യണം? ഇത് ഫിൽ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ വെർബ് എന്താ? ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 വർക്ക്ഡ്. ഓക്കെ, വർക്ക്, WORK, വർക്ക്. സെക്കൻഡ് ഫോം വർക്ക്, തേർഡ് ഫോം വർക്ക്ഡ്. ഓക്കെ, V3 ആണ്, V2 അല്ല. ഇത് V2 അല്ലാത്തതിന് കാരണം അറിയാം. ഇവിടെ വേറൊരു വെർബ് ഉണ്ട്. ഒറ്റയ്ക്കാണല്ലോ. ഫോർ എക്സാമ്പിൾ ഷീ വർക്ക്ഡ് ഹാഡ്. ഇവിടെ എന്താ? ഇത് V2. കാരണം എന്താ? ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ വെർബില്ല വേറെ. പക്ഷെ ഇവിടെ വെർബ് ഉള്ളത് കൊണ്ട് ഇത് V3 ആയി പ്രവർത്തിക്കുന്നു. കണ്ടില്ലേ? ഇത് V2, ഇത് V3. കാരണം ഇവിടെ ഒരു വെർബ് വേറെ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഹാഡ് പ്ലസ് V3 വന്നതുകൊണ്ട് എന്ത് ക്ലാസ് ആണ്? ടൈപ്പ് 3 ആണത്. എന്താണത്? ടൈപ്പ് 3. ഏതാ? ടൈപ്പ് 3 ആണത്. ടൈപ്പ് 3. ഓക്കെ, ഇത് മാറ്റി വെക്കുന്നു. നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ ടൈപ്പ് 3 ആണ്. ഹാഡ് പ്ലസ് V3 എന്ന ടൈപ്പ് 3 ആണ്. അപ്പൊ ടൈപ്പ് 3 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് എന്ത് ഫിൽ ചെയ്യണം? വുഡ് ഹാവ് പ്ലസ് വുഡ് അല്ലെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 മോഡൽ ഫിൽ ചെയ്യണം. ഇവിടെ ഓൾറെഡി വെർബ് കൊടുത്തിട്ടുണ്ട്, V3 കൊടുത്തിട്ടുണ്ട്. സക്സീഡ് 3 ഫോം ഏതൊക്കെയാ? സക്സീഡ്, സക്സീഡഡ്, സക്സീഡഡ്. നോക്കാം. ഓക്കെ, സക്സീഡ്, സക്സീഡഡ്, സക്സീഡഡ്. ഇവിടെ തന്നെ എഴുതാം. സക്സീഡ്, SUCCEED. സെക്കൻഡ് ഇതിന്റെ കൂടെ ED ചേർക്കണം. പിന്നെ ED ഇതിന്റെ കൂടെ ചേർക്കണം. പിന്നെ അടുത്തത് ED ചേർത്താൽ മതി. സക്സീഡ്, സക്സീഡഡ്, സക്സീഡഡ്. അത് V3 ആണ്. ഇത് V2 ആണ്. മനസ്സിലായല്ലോ? ഈ വാക്കിന്റെ കൂടെ ചേർക്കണം. ഞാൻ കാണിച്ചു തരാം. SUCCEED. എന്താ? ഇതും കൂടെ ചേർത്താൽ മതി. സക്സീഡഡ് ആയി. അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, അപ്പോഴ് ഇത് V2 ആണോ V3 ആണോ ചോദിച്ചാൽ ഇത് V3 ആണ്. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഏതോ വെർബ് ഫിൽ ചെയ്യാൻ പോവുക. ഏതാ? ഷീ സക്സീഡഡ്. ഇങ്ങനെയാണെങ്കിലോ ഇത് V2 ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇത് V3 ആയി പ്രവർത്തിക്കുന്ന കാരണം ഇവിടെ ഏതോ വെർബ് വരണം. വെർബ് വരാൻ പോകണം. സോ ഇറ്റ്സ് V3.
അപ്പൊ നമ്മൾ പഠിച്ചു ഹാഡ് പ്ലസ് വി ത്രീ അപ്പുറത്ത് ഇഫ് ക്ലോസിൽ വന്നാൽ ഇപ്പുറത്ത് എന്ത് വേണം? വുഡ് ഹാവ് പ്ലസ് വി ത്രീ വേണം. ഓക്കെ, വിൽ ഹാവ് വരത്തില്ല, വുഡ് ഹാവ് പ്ലസ് വി ത്രീ വേണം. വി ത്രീ ഇവിടെ കിടപ്പുണ്ട്. ഇനി വുഡ് ഹാവ് ഫിൽ ചെയ്യണം. വുഡ് ഹാവ് എവിടെയാ? ഇതാണ് വുഡ് ഹാവ്. കഴിഞ്ഞു. വുഡ് ഹാവ് പ്ലസ് വി ത്രീ വേണം. അപ്പൊ ഹാഡ് പ്ലസ് വി ത്രീ അപ്പുറത്ത് വരുമ്പോ ഇവിടെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം. ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റൻ ആണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത ക്വസ്റ്റൻ ആണ്. ഹാഡ് പ്ലസ് വി ത്രീ ഇഫ് ക്ലോസ് വരുമ്പോൾ ഇവിടെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം. വി ത്രീ ആൾറെഡി ഉണ്ട്, ബാക്കി എന്ത് ഫിൽ ചെയ്യണം? വുഡ് ഹാവ് ഫിൽ ചെയ്യണം. വി ത്രീ ഉണ്ട് അവിടെ. ഓക്കെ, എന്നാൽ ഇത് വി ത്രീ അല്ല, വി ടു ആണ്. കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത് വി ത്രീ ആണ്. കാരണം ഇവിടെ എന്തോ വെർബ് വരാൻ പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വേണ്ടത്. എന്തുകൊണ്ട്? വി ത്രീ കിടപ്പുണ്ട്. വുഡ് ഹാവ് ഫിൽ ചെയ്യണം. വുഡ് ഹാവ് ഇവിടെ താണ്ടെ ഓപ്ഷൻ ബി. മനസ്സിലായെന്ന് തോന്നുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാച്ച് ഡാഷ് ബൈ ദ ടീം. ഇവിടെ എന്താണ് വേണ്ടത് നോക്കണം. എന്താണ് നമ്മൾ സാധാരണ പറയുന്നത്? കളി ജയിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. കളി ജയിച്ചു എന്ന് നമ്മൾ സാധാരണ നമ്മുടെ സംസാര ഭാഷയിൽ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് കളി ജയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പറയുമ്പോ അങ്ങനെ പറയാമോ? നമ്മൾ പറയാറുണ്ട് വീട് കൊള്ളയടിച്ചു. തെറ്റാണ്. വീട് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് സാധാരണയായിട്ട് പറയാനുള്ളത്. അല്ലെ വീട് കവർ ചെയ്യപ്പെട്ടു എന്ന് പറയാനുള്ളത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ പറയുന്നെങ്കിൽ ഇത് ശരിയായ രീതിയല്ല. കളി ജയിക്കപ്പെട്ടു. ആരാലോ നമുക്കറിയാം ആരാണ്, ആര് കളി ജയിച്ചു. അല്ലെങ്കിൽ പറയുന്നത് അവർ കളി ജയിച്ചു, അല്ലെങ്കിൽ അവൻ കളി ജയിച്ചു. ഇപ്പൊ ശരിയാണോ? കർത്താവ് പറഞ്ഞു. ഇപ്പൊ കർത്താവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പറയാം. കർത്താവ് ഇല്ലെങ്കിലോ ഇതുപോലെ പറയണം. ഇപ്പൊ ജോലി ചെയ്ത വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ പറയാൻ പറ്റും. ജോലി ചെയ്ത വ്യക്തി ഇല്ലെങ്കിൽ പാസീവിൽ പറയണം. കർത്താവിടെ ഉള്ളോട്ട് കർത്തരി പറയുന്നു. അവൻ കളി ജയിച്ചു. ശരിയാണ്. അവർ കളി ജയിച്ചു. ഓക്കെ, അങ്ങനെ പറയാം. ഞാൻ കളി ജയിച്ചു പറയാം. പക്ഷേ കളി ജയിച്ചു എന്ന് പറഞ്ഞാലോ അത് ശരിയായ രീതിയല്ല. എന്താക്കണം? ഇവിടെ കളി ജയിക്കപ്പെട്ടു എന്നാക്കണം. ഇതാണ് ശരി. ഓക്കെ, ഇങ്ങനെ പറയാവൂ. ഇതുപോലെ പറയരുത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകിൽ അവൻ കളി ജയിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ അവർ കളി ജയിച്ചു, അല്ലെങ്കിൽ ഞാൻ കളി ജയിച്ചു, രാമൻ കളി ജയിച്ചു, അങ്ങനെ എന്തെങ്കിലും പറയണം. ഇവിടെ കർത്താവ് ഉണ്ടെങ്കിൽ ഇതുപോലെ പറയാം, ഇല്ലെങ്കിൽ ഇതുപോലെ ആക്കിക്കോണം. ഇതാണ് രീതി. ഓക്കെ, മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ദ മാച്ച് ഡാഷ് ബൈ ദ ടീം. ഇവിടെ ബൈ ദയർ ടീം ബൈ ഉണ്ട്. ബൈ എവിടെയാണ് വരുന്നത് നമുക്കറിയാം, പാസീവ് വോയിസിലാണ്. അത് ഒരു ചെറിയൊരു ക്ലൂ ആണ് അല്ല. ഇനി അതുപോലെ മാച്ച് ഡാഷ് ബൈ ദ ടീം, വിജയിക്കുക എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാ വെർബുകളും വിജയവുമായി ബന്ധപ്പെട്ട വെർബുകളാണ്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മാച്ച് ജയിക്കപ്പെട്ടു, കളി ജയിക്കപ്പെട്ടു. ആരാൽ? അവരുടെ ടീമിനാൽ. കളി ജയിക്കപ്പെട്ടു ആരാൽ? അവരുടെ ടീമിനാൽ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഓർത്തോണം. കളി ജയിക്കപ്പെട്ടു എന്ന് പറയണം. കളി ജയിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? കളി ജയിക്കപ്പെട്ടു എന്ന് പറയണം. കളി ജയിക്കപ്പെട്ടു എന്ന് പറയണം. ആരാൽ? അവരുടെ ടീമിനാൽ. അവരുടെ ടീമിനാൽ കളി ജയിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? ഇതുപോലെ പറയണം. അപ്പൊ ജയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ? ഇത് പാസീവ് ആണ്. ജയിച്ചു ആക്റ്റീവ്, ജയിക്കപ്പെട്ടു പാസീവ്. നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജയിക്കപ്പെട്ടു എന്ന് പറയാൻ പാസീവ് വോയിസ് വേണം. പിന്നെ വേറൊരു ക്ലൂ ഞാൻ പറഞ്ഞു, ബൈ ദ ടീം. ബൈ ഉണ്ട്, അതും അങ്ങനെ ക്ലൂ ഉണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നു. നമ്മൾ സാധാരണ പറയുന്നു ഇപ്പൊ എന്താ, വീട് കൊള്ളയടിച്ചു എന്ന് പറയുന്നു. ശരിയായ രീതിയല്ല. ഓക്കെ, അവർ വീട് കൊള്ളയടിച്ചു എന്ന് എന്തെങ്കിലും ഒരു കർത്താവ് പറയണം, അല്ലെങ്കിൽ പറയണം വീട് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയണം. അതുപോലെ കളി ജയിച്ചു എന്ന് പറയുമ്പോൾ തെറ്റാണ്. കളി ജയിക്കപ്പെട്ടു എന്ന് പറയണം. അല്ലെങ്കിൽ പറയാം അവൻ കളി ജയിച്ചു, അവൾ കളി ജയിച്ചു, അവർ കളി ജയിച്ചു, ഞാൻ കളി ജയിച്ചു എന്ന് കർത്താവ് ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ഇതുപോലെ പറയാൻ പാടില്ല. ഇതുപോലെ പറയാൻ ശ്രമിക്കുക. അപ്പൊ കളി ജയിക്കപ്പെട്ടു ആരാൽ? അവരാൽ. വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അവർ കളി ജയിച്ചു എന്നല്ല. ഇവിടെ ദേ അല്ല ആദ്യം വന്നിരുന്നത്, അല്ലെ ദേ ടീം അല്ല ആദ്യം വന്നിരുന്നത്. അവരാൽ കളി ജയിക്കപ്പെട്ടു. ബൈ ദ ടീം. ആ ടീമിനാൽ, അവരുടെ ടീമിനാൽ കളി ജയിക്കപ്പെട്ടു എന്നാണ് വേണ്ടത്. ഇപ്പൊ പാസീവ് വോയിസ് വേണമെന്ന് അർത്ഥം. മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാ നോക്കുക. ദേ ഡാഷ് ദ മാച്ച്. ദേ ഡാഷ് ദ മാച്ച്. എന്താ ഇവിടെ അർത്ഥം? അവർ മാച്ച് ജയിച്ചു. ഇവിടെ ജയിച്ചു എന്നാണ്. മനസ്സിലായോ? ഇവിടെ ആക്റ്റീവ് വോയിസ് വേണം. ഇവിടെ ആക്റ്റീവ് വോയിസ് വേണം. അവർ മാച്ച് ജയിച്ചു എന്നോ? അവർ ജയിച്ചു ആ മാച്ച് എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാച്ച് അവരാൽ. ഇതിന്റെ അർത്ഥം എന്താ? ആ ടീമിനാൽ. ആ ടീമിനാൽ. ആ ടീമിനാൽ. അപ്പൊ ആ മാച്ച് ആ ടീമിനാൽ ജയിച്ചു എന്നല്ല, ആ മാച്ച് ആ ടീമിനാൽ ജയിക്കപ്പെട്ടു എന്ന് പറയണം. പാസീവ് വോയിസ് വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പാസീവ് വോയിസ് വേണ്ടത്. ഇവിടെ ഏതാ പാസീവ് വോയിസ് ആണുള്ളത്? ഇത് പാസീവ് അല്ല. ഇറ്റ്സ് V1. V1 means present simple active voice. Win. Win ന്റെ മൂന്ന് ഫോം എന്തൊക്കെയാ? Win, second form won, third form won. Okay.
വിൻ 1 1. ഓക്കെ, അപ്പൊ ഇത് വിൻ V1 ആണ്, പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് വോയിസ് ആണ്. ഇത് ഹാസ് 1 എന്നാണ്, ഹാസ് പ്ലസ് V3, ഹാസ് പ്ലസ് V3, ഹാസ് ഉള്ളതുകൊണ്ട് ഇത് V3 V2 അല്ല. ഓക്കെ പറഞ്ഞു. അപ്പൊ ഹാസ് പ്ലസ് V3 എന്താ? പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഇതെന്താ? ഇത് ഇറ്റ് ഈസ് ഒറ്റയ്ക്കേ ഉള്ളൂ, ഇത് V2 ആണ്. V2 എന്താ? ഇത് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്, പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ്. അപ്പൊ ഇത് ആക്റ്റീവ് ആണ്, ഇത് ആക്റ്റീവ് ആണ്, ഇതും ആക്റ്റീവ് ആണ്, പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്. ഇത് എന്താ? പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്, പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ്. ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ നോക്കിയത്, മൂന്നും ആക്റ്റീവ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല. ആക്റ്റീവ് വോയിസ് ആണ് മൂന്നും. നമുക്ക് വേണ്ടത് പാസീവ് വോയിസ് ആണ്. ഇത് പാസീവ് വോയിസ് ആണ്, ശരിയാണ്. കാരണം ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3, ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3, ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് പറഞ്ഞാൽ എന്താണത്? പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. എന്താണത്? പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ്. മനസ്സിലായോ? പാസീവ് വോയിസ് പറഞ്ഞോളൂടെ, ബാക്കി എല്ലാ ആക്റ്റീവ് വോയിസ് ആണ്. വിൻ മീൻസ് V1 പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് വോയിസ്. ഹാസ് പ്ലസ് 1 മീൻസ് ഹാസ് പ്ലസ് V3 V2 അല്ല, ഒറ്റയ്ക്കല്ല. ഹാസ് പ്ലസ് 1 മീൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് വോയിസ്. 1 മീൻസ് ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ, V2 ഒരു പദവിയോടെ. അപ്പൊ അങ്ങനെ V2 ആണ് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് വോയിസ്. എന്നാൽ ഹാസ് ബീൻ 1 ഓ, ഹാസ് ബീൻ 1 ആവോ, ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3, ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ്. കൃത്യമായി കിട്ടി, ജയിക്കപ്പെട്ടു. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ് എന്തായത്? the match has been won. ഇത് കിട്ടും ഉത്തരം. the match has been won ഉത്തരം കിട്ടും. എന്തായാലും അർത്ഥം എന്താ? കളി അവരാൽ ജയിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ, പ്രസന്റ് ടെൻസ് അല്ലേ? ഇതിൽ അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് എന്ത് കാണിക്കുന്നു? പാസ്റ്റ് കാണിക്കുന്നു. ഗ്രാമർ പോർഷൻ കഴിഞ്ഞവർക്ക് അത് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ പഠിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് സാധാരണയായി കാണിക്കുന്നത് പാസ്റ്റ് ആണ്, മിക്കവാറും പാസ്റ്റ് ആണ് അത് കാണിക്കുന്നത്. അത് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ? കളി അവരുടെ ടീമിനാൽ, കളി അവരുടെ ടീമിനാൽ ജയിക്കപ്പെട്ടു, കളി അവരുടെ ടീമിനാൽ ജയിക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ പാസീവ് വോയിസ് അതൊന്നേ ഉള്ളൂ, അതെടുത്ത് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഫി ഈസ് വെരി ഹോട്ട് വി കാൻ ഡ്രിങ്ക് ഇറ്റ്. ഇത് 2 വെച്ച് ഫീൽ ചെയ്യണം. 2 ഇവിടെ എന്താ സംഭവം? 2ന് ശേഷം കുത്തിട്ടേക്കുന്നത്, കുത്ത് ഡോട്ട്സ് ഇട്ട് എന്താ? അത് 2ന്റെയും ഈ 2ന്റെയും ഇടയ്ക്ക് വേർഡ്സ് വരാനുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് വരിക. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ദ കോഫി ഈസ് വെരി ഹോട്ട് വി കാൻ ഡ്രിങ്ക് ഇറ്റ്. എന്താ അർത്ഥം? കാപ്പി വളരെ ചൂടുള്ളതാണ്, വി കാൻ ഡ്രിങ്ക് ഇറ്റ്, നമുക്കത് കുടിക്കാൻ കഴിയില്ല. അപ്പൊ ഈ കോഫി എന്ന സാധനത്തെ കുറിച്ച് പിന്നെ പറയുന്നത് ഇവിടെ ഇറ്റ് ഏതിന് പകരമാ? ആ കോഫിയെ കുറിച്ചാണ് പറയുന്നത്. ഈ കോഫിക്ക് പകരമാണ് ഇറ്റ് ഉപയോഗിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ കോഫി ഈസ് വെരി ഹോട്ട് വി കാൻ ഡ്രിങ്ക് ഇറ്റ്. ഈ കോഫി വളരെ ചൂടുള്ളതാണ്, നമുക്ക് അത് കുടിക്കാൻ കഴിയില്ല. ഏതാ? ആ കോഫി. ഇപ്പൊ കോഫിക്ക് പകരമാണ് ഇറ്റ് അവിടെ ഉപയോഗിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കുക, ഇവിടെ എന്താണത്? അപ്പൊ എന്താ പറയുന്നത്? 2 ഉപയോഗിക്കുക. 2 ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം പിന്നെ നോക്കാം. 2 എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ചെയ്യുമ്പോഴത്തേക്കൊന്നുമില്ല. വെരി മാറ്റിയിട്ട് എന്ത് ചെയ്യുക? 2 ഇടുക. വെരി മാറ്റിയിട്ട് എന്ത് ചെയ്യുക? 2 മീൻസ് അതും വളരെ അർത്ഥമാണ്. അപ്പൊ വെരി പിന്നെ വേണ്ട. മനസ്സിലായോ? കോഫി ഈസ് ടു ഹോട്ട് വരെ എത്തി. ഇനി ഫുൾ സ്റ്റോപ്പ് ആണ്. ഫുൾ സ്റ്റോപ്പ് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക? 2 ഇടുക. കണ്ടോ? ഇവിടെ 2 ഇടുക. തിരുത്തി പോണ്. The coffee is very എന്ന സംഭവം മാറ്റിയിട്ട് 2 ഇട്ടു. TOO 2 ഇട്ടു. നെക്സ്റ്റ് ഹോട്ട്, ഇത് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള വാക്കാണ്. ഹോട്ട് കോഫി. ഹോട്ട് കോഫി എന്ന് പറയുമ്പോൾ കോഫി എന്താ? നമുക്കറിയാം നൗൺ ആണ്. അപ്പൊ എന്താണ് ഇവിടെ? ഹോട്ട് അഡ്ജക്റ്റീവ് ആണ്. എന്താ ആവട്ടെ. അപ്പൊ the coffee is too hot ആയി. 2 വരെ എത്തി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല. ഇത് വി കാണ്ട് പിന്നെ വേണ്ട. പിന്നെന്താ വേണ്ടത്? ഈ കോഫിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇറ്റ് വേണോ? വേണ്ട. കണ്ടോ? ഇത്ര ഉള്ളു, കഴിഞ്ഞു. ഉത്തരം കിട്ടി. അപ്പൊ എന്താ സംഭവം? ക്വസ്റ്റ്യൻ എഴുതാമെന്ന് ഞാൻ ചെയ്യാൻ പോണു. ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെയാവും, നോക്കണം. ദ കോഫി എഴുതി വെച്ചു. ദ കോഫി ഈസ് TOO ഹോട്ട് ടു ഡ്രിങ്ക്. കണ്ടോ? ഉത്തരം കിട്ടി. ശരിയല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. The coffee is too hot to drink. പിന്നെ ഇറ്റൊന്നും വേണ്ട. അപ്പൊ ഇതാണ് ഉത്തരം. മനസ്സിലായില്ലേ? അപ്പൊ 2 ഉപയോഗിക്കുന്ന രീതി
മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 വെച്ച് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. എന്താ നോക്കിയേ, 2 അല്ലെ, വെരി മച്ച് 2 ആക്കി. ഇനി എന്താ ചെയ്യുന്നത്, ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ വരന്തി 2. പിന്നെ ഐ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി കുഡ് നോട്ടൊന്നും വേണ്ട, ഇത്രയും വേണ്ട. ഇനി എന്ത് ചെയ്യും, ടു ക്യാച്ച് ദ ട്രെയിൻ. ഇനി ട്രെയിൻ വേണമെന്ന് വെച്ചാൽ വേണം, കാരണം ട്രെയിനിനെ കുറിച്ച് നേരത്തെ സൂചന തന്നു. നേരത്തെ കോഫി ആയിരുന്നു, കോഫിക്ക് പകരം ഇട്ടിട്ടുണ്ട്, ഇറ്റ് കളഞ്ഞു. കോഫി ആയിരുന്നു നേരത്തെ ക്വസ്റ്റ്യനില്, ആ കോഫിക്ക് പകരം എന്തായിരുന്നു, ഇറ്റ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. പക്ഷെ ഇവിടെ ട്രെയിനിനെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചനകളില്ല. അപ്പൊ ട്രെയിൻ ഒക്കെ വേണം. എന്താ, ഐ വാസ് ടു ലേറ്റ് ടു ക്യാച്ച് ദ ട്രെയിൻ. എന്താണ്, ഞാൻ വളരെയധികം താമസിച്ചു പോയി ടു ക്യാച്ച് ദ ട്രെയിൻ, ട്രെയിൻ പിടിക്കാൻ. എന്താ അർത്ഥം, അത് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിരച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. ക്വസ്റ്റ്യൻ, ഐ ആം വെരി സ്ട്രോങ്, ഐ ക്യാൻ ഫൈറ്റ് ഹിം. ഇവിടെ 2 അല്ല, ഇനഫ് 2 ആണ്. ഇവിടേക്ക് ഡോട്ട് കിട്ടില്ല. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാതറക്കി എഴുതി. ഇനഫിന്റെ അർത്ഥം എന്താ, വേണ്ടുവോളം എന്നാണ്. ഞാൻ വേണ്ടുവോളം ശക്തനാണ്. എന്തിനാ, അവരുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടുവോളം ശക്തനാണ് ഞാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനഫ് 2 ചേർക്കുമ്പോൾ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ വെരി വേണ്ട, പക്ഷെ വെരിക്ക് പകരം നമ്മൾ 2 ഇട്ടായിരുന്നു, ഇനഫ് ഇടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ഹോട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ വെരിക്ക് പകരം 2 ഇട്ടായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതിന് ശേഷമാണ് ഇടുന്നത്. നോക്കുക, ഐ ആം സ്ട്രോങ്, കണ്ടോ, വെരി വേണ്ട, വെരി കളഞ്ഞു, പക്ഷെ 2 ചേർത്തായിരുന്നു, ഇവിടെ ഇനഫ് ചേർത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫുൾ സ്റ്റോപ്പ് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക, ഇനഫ് 2. ഐ ആം സ്ട്രോങ് ഇനഫ് 2, ഐ ആം സ്ട്രോങ് ഇനഫ് 2. ബാക്കി എന്താ, ഐ ക്യാൻ വേണ്ട, ബാക്കി പറഞ്ഞേ ഫൈറ്റ് ഹിം. മനസ്സിലായോ, ഐ ആം സ്ട്രോങ് ഇനഫ് ടു ഫൈറ്റ് ഹിം. ക്ലിയർ ആയി തോന്നുന്നു. ഇവിടെ അപ്പൊ എന്താ, ഇവിടെ ഇനഫ് 2 എഴുതാം. എവിടെ, ആ ഫുൾ സ്റ്റോപ്പിന്റെ അവിടെ കണ്ടോ, ഐ ആം സ്ട്രോങ് ഇനഫ് ടു ഫൈറ്റ് ഹിം. മനസ്സിലായില്ലേ, സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ഇത് ഓപ്ഷൻസ് കിട്ടുമ്പോൾ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് ഹോട്ടിന് മുമ്പായിട്ട് നമ്മൾ 2 ഇട്ടു. ഇവിടെ ഹോട്ടാണെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ, ദ കോഫി ഈസ് ഹോട്ട്, വെരി ഹോട്ട്. അപ്പൊ ആ ഹോട്ടിന് മുമ്പ് ഹോട്ടിന് മുമ്പായിട്ട് 2 ഇട്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വെരി കളഞ്ഞു, പക്ഷെ അവിടെ ഇനഫ് ഇട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിന് ശേഷമാണ് ഫുൾ സ്റ്റോപ്പിലാണ് നമ്മൾ ഇനഫ് 2 ഇട്ടതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നോട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ, ചെയ്ത് നോക്കുമ്പോൾ, എഴുതി നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാവർക്കും അറിയാതിരിക്കും ഇതിന്റെ ഉത്തരം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാളിദാസൻ ലീവ്ഡ് ഡാഷ് ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത. കാളിദാസൻ ജീവിച്ചത് ഏത് കാലഘട്ടത്തിലാണ്, ചന്ദ്രഗുപ്തന്റെ ഭരണ കാലഘട്ടത്തിലാണ്. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നത്. ഇത്രേ ഉള്ളൂ. കണ്ടാൽ നമുക്ക് ഉത്തരം അറിയാം. കാളിദാസൻ ലീവ്ഡ് ഓൺ ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത അല്ല, കാളിദാസൻ ലീവ്ഡ് ഓഫ് ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത അല്ല, കാളിദാസൻ ലീവ്ഡ് ഡ്യൂറിംഗ് ദ റെയിൻ. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം, എല്ലാം കേട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കാളിദാസൻ ലീവ്ഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത. ഓക്കെ, ഉത്തരം ഡ്യൂറിംഗ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എല്ലാവർക്കും, എങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റണം, റിപ്പോർട്ടർ സ്പീച്ച് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇഫ് ഐ ഹാഡ് എ കാർ I would take you, if I had a car, I would take you to the beach. എന്നാണ്. അപ്പൊ എങ്ങനെയും പറയാം, I would take you to the beach if I had a car. രണ്ട് തിരിച്ചും പറയാം. I would take you to the beach if I had a car എന്ന് വേണമെങ്കിലും പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചായാലും മറിച്ച് എന്താവട്ടെ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ചെയ്യാനുള്ള നോക്കാം. He said. അപ്പോൾ I would take you to the beach if I had a car എന്ന് കേൾക്കുമ്പോൾ തിരിച്ചിട്ടാലോ, ഇത് ഇപ്പുറത്ത് വന്നു, ഇത് അപ്പുറത്ത് പോയാൽ എങ്ങനെയാവും, ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ. അങ്ങനെ പറയാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അസർട്ടീവായി തോന്നുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസർട്ടീവിന്റെ ഫോമാറ്റ് പഠിച്ചിട്ടുണ്ട്, സബ്ജക്ട് പ്ലസ് വെർബ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ, കുഴപ്പമൊന്നുമില്ല. ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അസർട്ടീവ് ആണ്. ആ രീതി പറയുമ്പോൾ മനസ്സിലായി, അസർട്ടീവ് സബ്ജക്ട് പ്ലസ് വെർബ് ഫോമാറ്റ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താവട്ടെ, അസർട്ടീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ചേർക്കണം. ഓക്കെ, he said that. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പൊ അതുപോലെ തകർക്കി. ഇനി എന്താ നിയമം, എന്താ, ഇത് പാസ്റ്റ് ആണ്, V2 ആണുള്ളത്, V2 അല്ലേ. സെഡ്, സെഡ് 3 ഫോം എന്തൊക്കെയാ, സേ, സെഡ്, സെഡ്, സെഡ്. ഇത് V3, ഇത് V2, ഇത് V1. സിംഗുലർ സേസ്. ഈ സെഡ് V2 ആണ്, കാരണം ഇവിടെ വേറെ വെർബ് ഇല്ല, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പാസ്റ്റ് ആണ്, റിപ്പോർട്ടിംഗ് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആകുമ്പോൾ അകത്തേതെല്ലാം പാസ്റ്റ് ആകും, എന്താവും, പാസ്റ്റ് ആകും.
ഇനി ഒരു കാര്യം പറട്ടെ, ഇത് ഇപ്പൊ ഇതില്ലാതെ നോക്കിയാൽ എന്താ, ഇത് ഇഫ് ക്ലോസ് അല്ലേ? ഇതില്ലാതെ നമ്മൾ നോക്കിയാൽ ഇത് ഇഫ് ക്ലോസ് അല്ലേ? ആണ്. ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. അപ്പൊ ടൈപ്പ് 2 മീൻസ് എന്താണ്? ഇവിടെ V2 ഉണ്ട്. ആഡ് V2 അല്ലേ? ആണ്. അവിടെ വുഡ് ടേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ സംഭവം പഠിക്കാനുള്ള മാർഗം ഇത് ടൈപ്പ് 2 ആണ്. ഇഫ് ഇത് റിപ്പോർട്ടർ സ്പീച്ച് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെന്റ് കളഞ്ഞു, ഇൻവെർട്ടർ കോമയെ കളഞ്ഞപ്പോ ഇത് ഇഫ് ക്ലോസ് ആയി തോന്നുന്നില്ലേ? ടൈപ്പ് 2 ആണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇത് റിപ്പോർട്ടർ സ്പീച്ച് ആകുമ്പോൾ ഈ ടൈപ്പ് 2 അതിന്റെ പാസ്റ്റ് ആവണം. മനസ്സിലായില്ലേ? ടൈപ്പ് 2 ആണ്. ഇപ്പോ ഇത് അതിന്റെ പാസ്റ്റ് ആവണം. ടൈപ്പ് 3 ആവണം. അത്രേ ഉള്ളൂ. പഠിക്കാനുള്ള മാർഗവും പറയുന്നത് ഈ വെർബുകൾ മാറി ടൈപ്പ് 3യുടെ വെർബാകും. ഓക്കെ, നോക്കാം. എന്താണ് നോക്കാം. ഈ സെഡ് എന്നാണല്ലോ അവിടെ. ഈ സെഡ് എഴുതി. He said that if I, ഇനി ഞാനാണ് പറഞ്ഞത്, അവൻ പറഞ്ഞു എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പൊ എന്താവും? അവൻ പറഞ്ഞു അവന് എന്നാവും, അവനൊരു കാർ. അപ്പൊ ഐ എന്താവും? ഹി ആവും. ഹി. നെക്സ്റ്റ് ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഇത് പാസ്റ്റ്, ഇതിന്റെ പാസ്റ്റ് ആണ്. ഇത് V2 ആണ്, പാസ്റ്റ് സിമ്പിൾ. V2 മീൻസ് പാസ്റ്റ് സിമ്പിൾ ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് പാസ്റ്റ് ആയതുകൊണ്ട് ഈ പാസ്റ്റ് സിമ്പിൾ എന്താവണം? അതിന്റെ പാസ്റ്റ് ആവണം. പാസ്റ്റ് സിമ്പിളിന്റെ പാസ്റ്റ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് സിമ്പിളിന്റെ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പഠിച്ചത്. പ്രസന്റ് സിമ്പിളിന്റെ പാസ്റ്റ് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിളിന്റെ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പഠിച്ചത്. അപ്പൊ ഇത് V2 ആണ്, പാസ്റ്റ് സിമ്പിൾ ആണ്. എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആണ്. ഇത് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. ഹാർഡ് മാത്രമേ ഉള്ളൂ. പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് എന്താവണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആവണം. പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആവണം. പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആണ് ഈ ഹാർഡ്. ഇവിടെ റിപ്പോർട്ടിംഗ് സെഡ് പാസ്റ്റ് ആയതുകൊണ്ട് ഈ പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആണ്. പഠിച്ചു നമ്മൾ. റിപ്പോർട്ടിംഗ് പാസ്റ്റ് ആയാൽ ഇൻവേർട്ടഡ് കോമയുടെ അകത്തുള്ള പാസ്റ്റ് ടെൻസ് അതിന്റെ പാസ്റ്റ് ആവും. പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആയതുകൊണ്ട് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവിന്റെ പാസ്റ്റ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവിന്റെ ഫോം എന്താ? ഹാർഡ് പ്ലസ് V3. ഓക്കെ, ഇതാണ് നമ്മുടെ. മനസ്സിലായില്ലേ? ഈ ഹാർഡ് മാറിയിട്ട് ഹാർഡ് പ്ലസ് V3 ആണ്. അപ്പൊ ഹാർഡ് ഉണ്ടല്ലോ, ഹാർഡ് എഴുതി. ഇനി V3 മീൻസ് ഇതിന്റെ V3 ആണ്. ഇതിന്റെ V3 എന്താ നമുക്കറിയാമോ? ഹാവ്. 3 ഫോം അറിയാമോ? ഹാവ്, ഹാർഡ്, ഹാർഡ്. കണ്ടോ? അപ്പൊ ഇത് V3 ഏതാ? ഹാർഡ്. V2 ഹാർഡ്, V3 ഹാർഡ്. മനസ്സിലായി പോകുന്നു. ഇപ്പൊ ഹി ഹാർഡ് എന്നാ. ഒന്നുകൂടെ പറയാം, ഇത്തിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹി സെഡ് ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച്. എന്താ? എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോയേ എന്നാണ്. എന്ന് പറയുമ്പോ ഇത് നമുക്ക് ഇങ്ങനെയും പറയാം. ഹി സെഡ് ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച്. ഹി സെഡിന് ശേഷം ഇൻവെർട്ടർ കോമ ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ എന്ന് വേണമെങ്കിൽ പറയാം. അസർട്ടീവ് ആണ്, കൺഫേം ആയിട്ട് സബ്ജക്ട് പ്ലസ് വെർബ് ഫോം ആയിട്ട് വന്നു. ചെയ്യുമ്പോഴേ ഹി എടുത്തെഴുതി. സെഡ് ടു ഇല്ല, സെഡേ കൊണ്ട് താത്തിറക്കി. അസർട്ടീവ് ആയതുകൊണ്ട് ദാറ്റ് ടു. ഇഫ് അതുപോലെ താത്തിറക്കി. ഐ മാറി ഹി ആയി. കാരണം എന്താ? അവൻ പറഞ്ഞു എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. എന്താവും? റിപ്പോർട്ട് ചെയ്യുമ്പോ അവൻ പറഞ്ഞു അവനൊരു കാർ എന്നാവും, അവനെന്നാവും. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ള വെർബാണ്. ഇവിടുത്തെ വെർബ് ഏതാ? ഹാഡ് ആണ്. ഹാഡ് ഏത് ഫോം? V2. ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ഹാഡ് ഇവിടെ V2 ആണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. വെർബിൽ ഇവിടെ V2 ആണല്ലോ. V2 ടെൻസ് ഏതാ? പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ്. അപ്പൊ ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ഉണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് പാസ്റ്റ് ആയാൽ ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ഉണ്ടെങ്കിൽ എന്തായി മാറണം? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആയി മാറും. കേട്ടോ, ഇങ്ങനെ ആവണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ഫോം എന്താ? ഹാർഡ് പ്ലസ് V3. ഈ ഹാർഡ് അങ്ങോട്ട് എഴുതി പ്ലസ് ഇതിന്റെ V3 ഏതാ? അത് തന്നെ. മനസ്സിലായില്ലേ? മനസ്സിലായോ പറയാൻ? അതായത് ഇവിടെ എഴുതി ഹി എഴുതി. സെഡ് ടു അല്ല, സെഡ് ആണ് താത്തിറക്കി. അസർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ കാര്യം? ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ എന്നത് അസർട്ടീവ് ആണ്. മനസ്സിലായ? സബ്ജക്ട് പ്ലസ് വെർബ് ആണ്. ദാറ്റ് എഴുതി വെച്ചു. നെക്സ്റ്റ് ഇഫ് എഴുതി. ഐ പിടിച്ച് ഹി ആക്കി. കാരണം അവൻ പറഞ്ഞു എനിക്കൊരു കാർ. അപ്പൊ അവൻ പറഞ്ഞു അവനൊരു കാർ. അത് ഇവിടെ എത്തി. മനസ്സിലായല്ലോ? ഇനി ഇതാണ് പ്രശ്നം. ഇവിടെ നോക്കുക. ഈ ഹാഡ് എന്താ? V2 ആണ്. ഹാഡിന് 3 ഫോം ഹാവ്, ഹാഡ്, ഹാഡ്. ഈ ഹാഡ് എന്താ? V2. കാരണം ഇവിടെ വേറെ വെർബൊന്നും ഇല്ല. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇത് V2 എന്ന് പറഞ്ഞാൽ എന്താ? ടെൻസ് ഏതാ? പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. നിയമം എന്താ? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയാൽ ഇൻവേർട്ടഡ് കോമയുടെ അകത്തുള്ള പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് എന്തായി മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആയി മാറണം. നിയമം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവിന്റെ ഫോം സ്ട്രക്ചർ എന്താ? ഹാർഡ് പ്ലസ് V3 ആണ്. അതിലേക്ക് ഹാർഡ് നമ്മൾ എഴുതി വെച്ചു. ഹാർഡ് എഴുതി. നെക്സ്റ്റ് V3 വേണം. ഇതിന്റെ V3 ഈ വെർബിന്റെ V3. ഈ വെർബ് ഏതാ? ഹാർഡ് ആണ്. ആ ഹാർഡിന്റെ V3 എന്താ? ഹാർഡ് തന്നെ. ഹാർഡ് എഴുതി തെറ്റിയതാ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ആയിരിക്കില്ല. ഹാർഡ് വരാറുണ്ട്. പ്രത്യേകിച്ച്
ഹാഡ്. ഓക്കെ, ഇഫ് ഹി ഹാഡ് എ കാർ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക ഐ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇഫ് ക്ലോസ് പഠിച്ചല്ലോ. ഇഫ് ക്ലോസിൽ ടൈപ്പ് 3 ആയി മാറിയുണ്ടോ? അപ്പൊ അപ്പുറത്ത് എന്തുകൊണ്ട് ഇത് ഹാഡ് പ്ലസ് V3 അല്ലേ? ഹാഡ് പ്ലസ് V3 വന്നത് ഇഫ് ക്ലോസ് പോലെ ആയില്ലേ? ഇവിടെ നോക്കിയാൽ ഇഫ് ക്ലോസ് പോലെ അല്ലേ? അപ്പൊ അവിടെ എന്താവും? വുഡ് ഹാവ് ടേക്കൺ. ഐ ഉണ്ടാവും, ഹി ആവും. ഈ ഐ മാറണ്ടേ? ഐ ഉണ്ടാവും, ഹി വുഡ് ഹാവ് ടേക്കൺ. വുഡ് ഹാവ് ടേക്കൺ. മനസ്സിലാക്കാം? ഈ സംഭവം ഒന്നുമില്ല. ഹാഡ് പ്ലസ് V3 ആണ്. ഈ ഹാഡ് ആയപ്പോ വുഡ് ടേക്ക് വന്നു. ഹാഡ് ആയപ്പോ ഹാഡ് പ്ലസ് V3 ആയി. ടൈപ്പ് 3 ആയപ്പോ വുഡ് ഹാവ് ടേക്കൺ. ഇപ്പൊ പഠിച്ചു ടൈപ്പ് 3. ടൈപ്പ് 3 പോലെ അല്ലേ? ഹാഡ് പ്ലസ് V3 ആകുമ്പോൾ അവിടെ വുഡ് ഹാവ് പ്ലസ് V3 വേണം. അതാണ് ഇരിക്കുന്നത്. ഇത്തിരി പാടാണ്, എങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇഫ് ക്ലോസ് കൂടെ മിക്സ് ചെയ്താൽ പഠിക്കണം. അപ്പൊ ഇവിടെ വെറും V2 ആയപ്പോ അവിടെ വുഡ് ടേക്ക് വന്നു. ഇഫ് ക്ലോസ് എടുത്താൽ അങ്ങനെ എടുത്താൽ ഇവിടെ ഹാഡ് പ്ലസ് V3 ആയപ്പോ അവിടെ വുഡ് ഹാവ് പ്ലസ് V3 കാരണം ഇഫ് ക്ലോസ് കൂടെ മിക്സ് ചെയ്തുള്ള റിപ്പോർട്ട് സ്പീച്ച് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ വുഡ് ഹാവ് ടേക്കൺ ആയി. നെക്സ്റ്റ് വാക്ക് ഏതാ? യു. ഇത് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബീച്ചിൽ കൊണ്ടുവരും. ആരോടെന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല. അപ്പൊ ആരോട് വേണമെങ്കിലാവാം. എന്നോടാവാം, അവളോടാവാം, അവനോടാവാം, ആരോടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? യുവിനെ പിടിച്ച് മീ ടു ദ ബീച്ച്. മനസ്സിലായോ? അപ്പൊ പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ ഒന്ന് നോക്കാം പ്ലീസ്. അപ്പൊ ഹി സെഡ് ഇൻവെർട്ടഡ് കോമയുടെ ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഇത് ഇഫ് ക്ലോസ് ആണല്ലോ. എന്താ ഇത് ഇഫ് ക്ലോസ് ആണല്ലോ? ഇവിടെ എന്താണത്? V2 കൊണ്ട് ഇവിടെ വുഡ് ടേക്ക് കൊണ്ട്. ഇനി ഇതെന്താകണം? ടൈപ്പ് 3 മാറണം. ഈ ഹാഡ് എന്തായി? ഹാഡ് പ്ലസ് V3 ആയി. വുഡ് ടേക്ക് എന്തായി? വുഡ് ഹാവ് ടേക്കൺ ആയിട്ടോ. മനസ്സിലായില്ലേ? ഇപ്പൊ ഹാഡ് V2 ആണ്. ഇതെന്തായി? ഹാഡ് പ്ലസ് V3 ആയി. ഇവിടെയോ വുഡ് ഹാവ് ടേക്കൺ ആയല്ലോ. വുഡ് ടേക്ക് എന്തായി? വുഡ് ഹാവ് ടേക്കൺ. വുഡ് ടേക്ക് എന്തായി മാറി? വുഡ് ഹാവ് ടേക്കൺ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിനെ ചിന്തിക്കാനുള്ള വേറെ ഒന്നുമല്ല. അതായത് ടൈപ്പ് 2 V2 ടൈപ്പ് 3 ആയപ്പോ ഹാഡ് പ്ലസ് V3 ആകും. അപ്പുറത്ത് വുഡ് പ്ലസ് V1 എന്തായി? വുഡ് ഹാവ് പ്ലസ് V3 ആയി. ആണ് ടൈപ്പ് 2 ടൈപ്പ് 3 നമുക്ക് പഠിച്ചത്. ഇതാണ് വ്യത്യാസം. ഇനി ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോൾ ഹി സെഡ് എഴുതി അസർട്ടീവ് സെന്റൻസ് ആണ്. മനസ്സിലായി? കാരണം എന്താ? ഐ വുഡ് ടേക്ക് യു ടു ദ ബീച്ച് ഇഫ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബീച്ചിൽ കൊണ്ടുപോയേ. അവൻ എന്നോടാണ് പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ടുപോയെന്നാവും. അവൻ അവളോടാണ് പറഞ്ഞെങ്കിൽ അവളെ കൊണ്ടുപോയെന്നാവും. ഇവിടെ ആരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. കേട്ട വ്യക്തി ആരും ഇല്ല. അപ്പൊ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇവിടെ എഴുതാം. മീയോ ഹറോ എന്തുകൊണ്ട് എഴുതാം? അപ്പൊ നോക്കാം. അപ്പൊ ഹി എഴുതി വെച്ചു, സെഡ് എഴുതി വെച്ചു, ദാറ്റ് എഴുതി വെച്ചു, നെക്സ്റ്റ് ഇഫ് എഴുതി വെച്ചു. ഐ മാറും ഹി ആയിട്ട്. കാരണം എന്താ? അവൻ പറഞ്ഞു. എനിക്കൊരു കാറുണ്ട്. എന്താ? അവൻ എന്നാവും. അപ്പൊ ഹി എഴുതി വെച്ചു. നെക്സ്റ്റ് ഹാഡ് V2 ആണ്. പാസിബിൾ ആക്റ്റീവ് ആണ്. നിയമം എന്താണ്? ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള ടെൻസ് എന്താവും? പാസ്റ്റ് സിമ്പിൾ ആണ്. V2 ആണ്. ഹാഡ് മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞു. പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ് ആണ്. എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആയി മാറും. പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവിന്റെ ഫോം എന്താ? ഹാഡ് പ്ലസ് V3. ഹാഡ് എഴുതി വെച്ചു കണ്ടോ? ഹാഡ് എഴുതി വെച്ചു പ്ലസ് V3 വേണം. V3 ഏതാ? ഈ വെർബിന്റെ V3 ഏതാ? ഹാഡ് തന്നെ കണ്ടോ? ഹാഡ് ബാക്കി എ കാറിൽ ഐ ഇവിടെ ആയതുപോലെ പിന്നെ അവിടെ ഹി ആയി. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഹാഡ് മീൻസ് ഇഫ് ക്ലോസ് ഹാഡ് എന്താ? ഹാഡ് പ്ലസ് V3 ആണല്ലോ. അപ്പൊ ഇതിന്റെ പാസ്റ്റ് എന്താ? വുഡ് പ്ലസ് V1 പാസ്റ്റ് ആണ് വുഡ് ഹാവ് ടേക്കൺ. വുഡ് പ്ലസ് ടേക്കിന്റെ പാസ്റ്റ് വുഡ് ഹാവ് ടേക്കൺ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്താ? യു ആണ്. യു വിളിച്ച് മീ ആക്കാം, ഹിം ആക്കാം, ഹർട്ടാക്കാം, ഇഷ്ടപ്പെട്ടതാക്കാം. കാരണം അവൻ ആരോട് പറയുന്നത് കൊടുത്തിട്ടില്ല. ആരോടാണ് അവൻ സംസാരിച്ചത് കൊടുത്തിട്ടില്ല. ഇഷ്ടപ്പെട്ട രീതിയിലാക്കുന്നു ടു ദ ബീച്ച്. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കാനുള്ള വേറെ ഒന്നുമില്ല. ഹാഡ് V2 പാസ്റ്റ് സിമ്പിൾ ആക്റ്റീവ്. ഇത് റിപ്പോർട്ടുകൾ പാസ്റ്റ് ആയതുകൊണ്ട് സംഭവം ഒന്നുമില്ല. ഇഫ് ക്ലോസില് ടൈപ്പ് 2 ആയിട്ടുള്ളതിനെ ടൈപ്പ് 3 ആക്കുന്ന രീതിയേ ഉള്ളൂ. പഠിച്ചാൽ എളുപ്പമാണ്, ഈസിയാണ്. അങ്ങനെ പഠിച്ചാൽ വളരെ ഈസിയാണ്. ഇത് ഇഫ് ക്ലോസ് ആണല്ലോ. അപ്പൊ ഇഫ് ക്ലോസില് ടൈപ്പ് 2 പിടിച്ച് ടൈപ്പ് 3 ആകുന്ന രീതിയേ ഉള്ളൂ. വെർബ് ചേഞ്ച് പഠിക്കാൻ വേണ്ടി ഇഫ് ക്ലോസ് ടൈപ്പ് 2 ഇഫ് ക്ലോസ് ടൈപ്പ് 3 ആവുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഹാഡ് പാസിബിൾ ആക്റ്റീവ്. ഇവിടെ ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ആയി മാറണം. വുഡ് പ്ലസ് V1 എന്തായി? വുഡ് ഹാവ് പ്ലസ് V3. ഇതിന്റെ പാസ്റ്റ് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംശയം ഒന്നും വേണ്ട. ഇതൊന്ന് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രയോജനം ചെയ്യും. ഓക്കെ. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തിരി ടഫ് തന്നെയാണ്. സംശയം ഒന്നും വേണ്ടത്. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ലോക്ക്ഡൌൺ കഴിയുമ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ക്ലാസ് നമ്മൾ എടുത്തു പോകും. ഓക്കെ. നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്ലാസ് ഇന്നത്തെ കൊണ്ട് ഇത്രയും കൊണ്ട് നമുക്ക് വിട പറയാം. എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്.